എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നൊരു ഓൺ വോയിസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഒരു ഹോസ്പിറ്റൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ തൃശ്ശൂർ ഉള്ള ദയ ഹോസ്പിറ്റലാണ്. എനിക്ക് 2 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ടുള്ള ചുമയും ബ്രീത്തിങ് പ്രശ്നമൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിക്കാൻ വന്നതാണ്. ഞാനും അമ്മയും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ അനിയത്തിക്കും സെയിം പ്രശ്നമാണ്. നല്ല ചുമയും അവൾക്ക് പൊടി അലർജിയൊക്കെ ഉണ്ട്. സോ ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ ഡോക്ടറെയാണ് കാണിച്ച്. നമ്മളോട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ നെബുലൈസേഷൻ ചെയ്യണം, ഇഞ്ചക്ഷൻ ഉണ്ടെന്ന്. അതിനു വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ തല ചെറുതായിട്ടൊന്നും മുട്ടി ഗൈസ്, എന്നാലും കുഴപ്പമില്ല, ഞാൻ വീഡിയോ ഫിനിഷ് ആക്കാതെ വെച്ചു. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഞാൻ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ 2 ആഴ്ചയായിട്ട് പ്രോപ്പറായിട്ട് ഉറക്കമില്ല, ഫുഡില്ല, റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചുമ കൂടിയത്. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ 2 സീരിയൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലോട്ട് അധികം വരാറില്ല. ഫുൾ ടൈം കൊല്ലം, തിരുവനന്തപുരത്താണ്. സോ ഷൂട്ടിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രശ്നവും നല്ല ചുമയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഡയറക്ടർ സാറ് നമ്മൾ വഴക്ക് പറയാതെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഓരോ സീൻ ചെയ്യുമ്പോഴും എന്നെക്കൊണ്ട് കുറേ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും കാര്യമാക്കാതെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്. പ്രൊഡക്ഷൻ ചേട്ടന്മാരായിക്കോട്ടെ എല്ലാവരും കട്ടയ്ക്ക് നിന്നിട്ട് എന്നെ അതുപോലെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ 2-3 ഹോസ്പിറ്റലിൽ കാണിച്ചു. എന്നിട്ടും എനിക്ക് ഒട്ടും കുറവില്ലായിരുന്നു. അങ്ങനെ ലീവ് എടുത്ത് ഞാൻ നാട്ടിൽ വരികയായിരുന്നു ചെയ്തത്. സോ നമ്മൾ ദയയിൽ വന്ന് കാണിച്ചു, എന്നെയും അനിയത്തിനും ഒരുമിച്ച് കാണിച്ചു. അപ്പം നമുക്ക് കുറച്ച് ടാബ്ലറ്റും ഒരു ഇഞ്ചക്ഷനും നെബുലൈസേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഇതാട്ടോ കാണുന്നത്. ചെറിയൊരു വേദനയുണ്ട്, എന്നാലും ഞാൻ ഓവറാക്കിയില്ല. നമ്മൾ പറയാറില്ലേ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നൊക്കെ, അതുപോലെയാണ്. എവിടെ പോയാലും വീഡിയോ മസ്റ്റ് അല്ലേ. അങ്ങനെ എൻ്റെ ഇഞ്ചക്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. അവിടുത്തെ നേഴ്സുമാരാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അങ്ങനെ അനീതികത അപ്പുറത്ത് ഭയങ്കരമായിട്ട് മാസ്കൊക്കെ ഇട്ടിട്ട് ഇതാക്കുന്നുണ്ട്. അവളുടെ ഇടയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് വീഡിയോ എടുക്കുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും അവളുടെ ഇഷ്ടമില്ലാതെ തന്നെ, അവളുടെ അനുവാദമില്ലാതെ തന്നെ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ അവളുടെ ഫേസിൽ കാണാം. അവൾ സമ്മതിക്കുന്നൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളുടെ കലാപരിപാടികളായിട്ട് ഞങ്ങൾ ഇതിങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ ഇഞ്ചക്ഷനൊക്കെ കിട്ടി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്ത് ചെയ്യണം